നടൻ ജോജു ജോർജിനെതിരെ കേസെടുക്കാത്തതിൽ പ്രതിഷേധവുമായി മഹിളാ കോൺഗ്രസ്. മരട് പോലീസ് സ്റ്റേഷനിലേക്ക് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുകയാണ്. ഡാനി ഇപ്പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി, പൊതുവിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ അല്ലെങ്കിൽ KPCCക്ക് തന്നെയും ഒരു വിയോജിപ്പ് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സമരങ്ങളോട് ഉണ്ട് എന്ന് കേൾക്കുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണോ ഈ മറ്റ് സംഘടനകൾ, പ്രത്യേകിച്ചും കൊച്ചിയിലെ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്? എന്താണിപ്പോൾ നടക്കുന്നത്? സനീഷ്, ജോജു ജോർജിനെതിരായ പ്രതിഷേധം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ജോജുവിന്റെ സിനിമ പ്രദർശിപ്പിച്ചിരുന്ന തിയേറ്ററിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകർ മരട് ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ പോകുന്ന ദൃശ്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇവർ പറയുന്നത്, ഇവർ നൽകിയ ഒരു പരാതി, ഇത് സംബന്ധിച്ച് നൽകിയ പരാതിയിൽ യാതൊരുവിധ നടപടിയും മഹിളാ കോൺഗ്രസ് നൽകിയ പരാതിയിൽ എടുത്തിട്ടില്ല എന്നതാണ്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ജോജു ജോർജ് ഈ സമരത്തിനിടെ പെരുമാറിയിരുന്നു എന്നാണ് ഇവർ പരാതിയിൽ പ്രധാനമായിട്ടും തന്നെ പറയുന്നത്. പക്ഷേ ഈ പരാതിയിൽ നടപടി സ്വീകരിക്കാതിരുന്ന പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയാണ് നടപടികൾ ഉണ്ടായത്. ഇത് ഏകപക്ഷീയമാണെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് ഇതിൽ ശക്തമായൊരു നടപടികൾ ഇല്ലാത്ത പക്ഷം വലിയ രീതിയിലുള്ളൊരു പ്രക്ഷോഭത്തിലേക്ക് പോകാനാണ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് മഹിളാ കോൺഗ്രസിന്റെ മാർച്ച് മരട് പോലീസ് സ്റ്റേഷനിലേക്ക് നടക്കുന്നു. നമ്മൾ മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷയായിരുന്ന നമുക്കിപ്പം ബിന്ദു കൃഷ്ണ ചേരുന്നു. എന്താണ് ഈ സമരം ഉദ്ദേശിക്കുന്നത്? രാജ്യത്ത് നിലവിലിരിക്കുന്ന മുഴുവൻ നിയമങ്ങളും അട്ടിമറിച്ചുകൊണ്ട് കേരളത്തിലെ പോലീസ്, സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ശക്തമായ വനിതകളുടെ പ്രതിഷേധമാണ് ഇന്ന് ഈ മരട് പോലീസ് സ്റ്റേഷൻ മാർച്ചിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തങ്ങളെ അപമാനിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് കൊടുത്ത പരാതി, ആ പൂർണ്ണ ബോധ്യത്തോടുകൂടി തന്നെ ഉത്തരവാദിത്തമുള്ള പൊതുപ്രവർത്തകർ കൊടുത്ത പരാതി നടൻ ജോജുവിനെതിരെ കൊടുത്തപ്പോൾ ആ പരാതിയിൽ ഒരു കേസെടുക്കാൻ, ഒരു FIR രജിസ്റ്റർ ചെയ്യാൻ പോലും ഈ പോലീസ് തയ്യാറാകുന്നില്ല. ഈ രാജ്യത്തെ നിയമം എന്ന് പറയുന്നത് ജോജുവിന്റെ മുന്നിൽ നിയമം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആരാണ് ഈ ജോജു? ജോജുവിനെതിരെ ഒരു കേസെടുക്കാൻ എന്തിന് പോലീസ് ഭയപ്പെടുന്നു? കേസ് ഇല്ല, അല്ലെങ്കിൽ സംഭവം നടന്നിട്ടില്ല എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നു. അദ്ദേഹം ആരാ അത് പറയാൻ? അദ്ദേഹം പറയണമെങ്കിൽ മൊഴിയെടുക്കണമായിരുന്നു. മൊഴിയെടുക്കാൻ, പരാതി കൊടുത്ത ഒരു വനിതയുടെ മൊഴിയെടുക്കാൻ പോലും തയ്യാറാകാത്ത, രാജ്യത്തെ നിയമങ്ങൾ കാറ്റിൽ പറത്തുന്ന പോലീസിനെതിരെ, ആ പോലീസിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത പിണറായി സർക്കാരിനെതിരെ, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ നടക്കുമ്പോൾ നോക്കുകുത്തിയാക്കി പോലീസിനെ മാറ്റുന്ന ആ നെറികേടിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഈ മാർച്ച്. പ്രതിഷേധം തുടരാൻ തന്നെയാണോ തീരുമാനം? തീർച്ചയായും പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനം. നേരത്തെ ഈ ഷൂട്ടിംഗ് സെറ്റുകളിലടക്കം തടസ്സപ്പെടുത്തുന്നതിനെ കുറിച്ച് ആശയക്കുഴപ്പം പറഞ്ഞിരുന്നു. അത് ആ രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ KPCCയുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ ഇന്നലെ പറയുകയുണ്ടായി. ഞങ്ങൾ സിനിമയ്ക്കെതിരല്ല. ഞാൻ അടക്കമുള്ള സിനിമാ പ്രേക്ഷകർ, കേരളത്തിലെ ലക്ഷക്കണക്കിന് കോൺഗ്രസുകാർ ഉൾപ്പെടുന്ന സിനിമാ പ്രേക്ഷകർ തന്നെയാണ് സിനിമയെയും സിനിമാ താരങ്ങളെയും വളർത്തുന്നത്. ഞങ്ങൾ സിനിമയ്ക്കെതിരല്ല, കലയ്ക്കെതിരല്ല. പക്ഷെ ജോജു എന്ന തോന്യാസം കാണിച്ച ആ നടന്റെ പ്രവൃത്തിക്കെതിരാണ്. സനീഷ്, ഈ രീതിയിലാണ് പ്രതികരണങ്ങൾ. കാരണം സിനിമയ്ക്കോ മറ്റ് അത്തരം കലാരൂപങ്ങൾക്കോ തങ്ങൾ എതിര് നിൽക്കുന്നില്ല. പക്ഷേ ഇത്തരം പെരുമാറ്റങ്ങൾക്ക് തങ്ങൾ എതിർക്കുകയാണ്. അതുകൊണ്ട് പ്രതിഷേധവുമായി ഏതറ്റം വരെ പോകാനും തങ്ങൾ തയ്യാറാണ് എന്ന രീതിയിലാണ് ഇവരുടെ ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു സ്വഭാവം. അത് ഇപ്പോൾ മരട് പോലീസ് സ്റ്റേഷനിലേക്കാണ് മാർച്ച് നടത്തുന്നത്. മരട് പോലീസിൽ ഇവർ അന്ന് നൽകിയ പരാതിയിൽ ഇതുവരെയും നടപടികൾ എടുത്തിട്ടില്ല. യാതൊരു രീതിയിലും ഇതുമായി ആ പരാതിയുമായി മുന്നോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് ഇത്തരം ഒരു പ്രതിഷേധ പരിപാടികൾ തുടർച്ചയായി തന്നെ സംഘടിപ്പിക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മാർച്ച് നടന്നിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മാർച്ച് ഇവിടെ നിന്ന് മഹിളാ കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷ ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യുന്നു. പോലീസ് കുറച്ച് അവിടേക്ക് ചെല്ലുമ്പോൾ പോലീസ് സാധാരണ ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തടുക്കുകയാണ്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. സനീഷ്, ശരി. അവിടെ പ്രതിഷേധ സമരം ജോജുവിനെതിരെ തുടരാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം.